തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF നേരിട്ടത് വമ്പൻ തിരിച്ചടി തന്നെയാണ്. ശബരിമല വിഷയവും അഴിമതികളും ആഡംബരവും തുടങ്ങിയ വിഷയങ്ങളിൽ ജനങ്ങൾ മറുപടി നൽകിയെന്ന് തന്നെ പറയേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം പുറത്തുവെന്ന് വേണം പറയാൻ. ഇതോടെ ഏതായാലും തുടർഭരണം നേടാമെന്ന പിണറായി സർക്കാരിന്റെ സ്വപ്നത്തിന് മങ്ങലേറ്റിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് LDFന്റെ പരാജയം മാത്രമല്ല, UDFന്റെ ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ്. കാരണം കേരളത്തിൽ കണ്ടത് UDFന്റെ ഉയർച്ചയായിരുന്നു. ഇപ്പോഴിതാ LDFന്റെ തകർച്ചയിലും UDFന്റെ ഉയർച്ചയിലും പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ. പിണറായി സത്തിനേറ്റ തിരിച്ചടിയാണ് ഈ തിരഞ്ഞെടുപ്പിലെ LDFന്റെ തോൽവിയെന്നാണ് PV അൻവർ പറഞ്ഞത്. ഇതോടെ സർക്കാരിന് തുടരാനുള്ള അവകാശം നഷ്ടമായിരിക്കുകയാണ്. കൂടാതെ മതേതര നിലപാടുകളുള്ളവരെ വെല്ലുവിളിക്കുകയും ചെയ്തുവെന്നും അൻവർ കൂട്ടിച്ചേർത്തു. LDFന്റെ പരാജയത്തിൽ സർക്കാരിനെ വിമർശിക്കുന്നതോടൊപ്പം UDFനെ കുറിച്ചുള്ള ശുഭപ്രതീക്ഷകളും അൻവർ പ്രകടിപ്പിച്ചു. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 100 സീറ്റിലധികം നേടുമെന്നാണ് അൻവർ പറഞ്ഞത്. നേരത്തെ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന പാർട്ടിയായിരുന്നു CPM. എന്നാൽ ഇക്കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് തൊഴിലാളികളെയും കർഷകരെയും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് സർക്കാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ തൊഴിലാളി വിഭാഗവും മതേതര മനുഷ്യരും LDFനെ കൈവിട്ടെന്ന് വേണം പറയാൻ. നേരത്തെ അൻവറിനെ അങ്ങ് നിലം പരിശാക്കാൻ ശ്രമിച്ചവരായിരുന്നു CPM. അതുകൊണ്ട് തന്നെയാണ് അൻവർ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടി തുടങ്ങുകയും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും ചെയ്തത്. എന്നാൽ അതേ അൻവറിന്റെ മുന്നിൽ തന്നെ കൂപ്പുകുത്തി നിലത്തു വീഴുന്ന CPMനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. സത്യത്തിൽ LDFന്റെ പരാജയം അൻവറിന്റെ വിജയമെന്ന് പറയാൻ കഴിയും. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു പരാജയമായി പോയെന്ന് CPM തന്നെ ഇപ്പോൾ വിലയിരുത്തുകയാണ്. ഏതായാലും LDFന്റെ ഈ പതനം കോൺഗ്രസിന്റെ ഗുണം തന്നെയാണ്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതായാലും കോൺഗ്രസ് അധികാരത്തിൽ കയറുമെന്നുറപ്പാണ്. അതിനുള്ള എല്ലാ പിന്തുണയും അൻവർ നൽകുകയും ചെയ്യും.